അസ്സലാമലൈക്കും. റജബ് മാസത്തിന്റെ പ്രത്യേകത എത്ര നോക്കിയാലും പറഞ്ഞാലും തീരാത്ത അവസാനിക്കാത്ത ഒന്നാണ്. റൗനഖുൽ മജാലിസ് എന്ന ഗ്രന്ഥത്തിൽ നോക്കിയാൽ കാണാം. സൗബാൻ റളിയല്ലാഹു തആല അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, അന്നഹു ഖാൽ കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മുത്തനബിന്റെ കൂടെ ഫമറർന ബിമഖബറത്തിൻ, ഞങ്ങൾ ശ്മശാനത്തിലൂടെ നടന്നുപോയി. ഫവഖഫ അലൈഹി സ്വലാത്തു വസ്സലാം ഫബകാ ബുകാഅൻ സദീദാ, അള്ളാഹുവിന്റെ റസൂല് ആ ശ്മശാനത്തിൽ നിന്ന് നടത്തം നിർത്തിയിട്ട് ഒരുപാട് കരഞ്ഞ്, സുമ്മദ അള്ളാഹ, പിന്നെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു. അപ്പൊ ഫഖൂൽതു, ഞാൻ ചോദിച്ചു, ലിമ ബക്കൈത യാ റസൂലല്ലാഹ്, നബിയെ തങ്ങൾ എന്തിനാണ് കരയുന്നത് പോലെ വെച്ച്? ഫഖാല, മുത്തനബി പറയാണ്, യാ സൗബാൻ ഹൗലാഇ യുഅസ്സബൂന ഫീ ഖുബൂരിഹിം ദഅവതു ലഹും ഫഖഫഫ അല്ലാഹു അൻഹും അൽഅദാബ്. സൗബാനെ, ഈ ശ്മശാനത്തിലുള്ള ആളുകൾ, എത്രയോ ആളുകൾ അവിടെ അള്ളാഹു തആല ശിക്ഷിക്കുന്നത് കബറിൽ വെച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്തു, അള്ളാഹ് അവർക്ക് ശിക്ഷ അളവ് ചെയ്തു. എന്നിട്ട് സുമ്മ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, മുത്തനബി പറയുകയാണ്, യാ സൗബാന്, സൗബാനെ, ലൗ സ്വാമഹ ഉലായി യൗമൻ മിൻ റജബിൻ, ഈ ആളുകൾ റജബിന്റെ ഏതെങ്കിലും ഒരു പകരം നോമ്പെടുത്തവരാണെങ്കിൽ, വമാ നഅമൂ മിന്നു ലൈലതൻ മാ ഉസ്ദിബൂ ഫീ ഖുബൂരിഹിം, അവര് ഏതെങ്കിലും ഒരു രാത്രി ഉറങ്ങാതെ ഇബാദത്തും എടുത്തവരാണെങ്കിൽ അവർ ഖബറിൽ വെച്ച് അവരെ ശിക്ഷിക്കപ്പെടില്ലായിരുന്നു. അങ്ങനെ ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുത്തനബിയെ, അസൗമു യൗമിൻ വഖിയാമു ലൈലത്തിൻ മിന്നു യംനഉ അദാബൽ ഖബരി, ഒരു ദിവസം നോമ്പും ഒരു ദിവസം ഒരു രാത്രി നിസ്കരിക്കുകയും ചെയ്താൽ ഖബറിന്റെ അദാബിനെ തടയാനുള്ള ശക്തിയുണ്ടോ നബിയെ? ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, മുത്തനബി വരെയാണ്, യാ സൗബാന്, സൗബാനെ, വല്ലദീ ബഅസനി ബിൽ ഹഖ് നബിയ്യ, അല്ലാഹു എന്നെ നബിയായ അയച്ച റബ്ബിനെ തന്നെയാണ് സത്യം. മാമിൻ മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, ഒരു മുസ്ലിമാ പുരുഷനും സ്ത്രീയും തന്നെയില്ല, യസൂമു യൗമൻ, ഒരു ദിവസം നോമ്പ് നോക്കുന്നു, വയഖൂമു ലൈലത്തൻ മിൻ റജബിൻ, റജബ് മാസത്തിന്റെ ഏതെങ്കിലും ഒരു രാത്രി നിസ്കരിക്കുകയും ചെയ്യുന്നു, യുരീദു ബിഹിമാ വജ്ഹ അല്ലാഹി, ഇത് രണ്ടുകൊണ്ടും അള്ളാഹുവിന്റെ പൊരുത്തമാണ് അവർ ഉദ്ദേശിച്ചെങ്കിൽ, ഇല്ലാ കതബല്ലാഹു ലഹു ഇബാദത സനത്തിൻ, അല്ലാഹു തആല ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലം എഴുതുന്നു. സ്വാമ നഹാറഹാ വഖാമ ലയാലിഹാ, ആ ഒരു കൊല്ലത്തെ പകല് മുഴുവനും രാത്രി മുഴുവനും നിസ്കരിച്ച നോമ്പ് നോറ്റവരുടെ സ്ഥാനോ പ്രതിഫലം അല്ലാഹു തആല ആ ഒരു രാത്രിക്കും ആ ഒരു പകലിനും നൽകുന്നു. അത് റജബ് മാസത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. റജബ് മാസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പകലും ഒരു രാത്രിയും തന്നെ ഇബാദത്ത് എടുത്താൽ ഈ വിധ ശിക്ഷകൾ ഇളവ് ചെയ്യുമെന്ന് പറയുമ്പോൾ കുറെ ദിവസങ്ങൾ, രാത്രികൾ, പകലുകൾ ഇബാദത്തെടുത്തവരുടെ പ്രത്യേകത പറയേണ്ടതുണ്ടോ? ഏതായാലും ആസന്നമായ മാസമാണിത്. ഈ മാസത്തിൽ കഴിവിന്റെ പരമാവധി എല്ലാവരും, ഞാനടക്കം, നമ്മൾക്ക് ഉപയോഗപ്പെടുത്തുകയും സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുകയും ചെയ്യുമാറാകട്ടെ. പിന്നെ ദുആ എടുക്കാൻ വേണ്ടി എത്രയോ ആൾക്കാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ വലിയ ആളായിട്ടല്ല, ഈ സമയം വലുതാണല്ലോ, അതുകൊണ്ട് റഹ്മാനെ തമ്പുരാനെ, ദുആ എടുക്കാൻ വേണ്ടി പറഞ്ഞവരുടെ ഉദ്ദേശങ്ങൾക്ക് പൂർത്തിയാക്കണം റഹ്മാനെ. രോഗങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും പ്രയാസപ്പെടുന്ന പലരുണ്ട് റബ്ബേ, അതിനൊക്കെ നീ ശിഫയും അതേമാതിരി ഒഴിവ് കഴിവും വിശാലതയും സന്തോഷം നൽകാം റഹ്മാനെ. ഈമാനോടുകൂടി ഞങ്ങളൊക്കെ നീ മൗത്താക്കണം റഹ്മാനെ. സ്വർഗം കണ്ടു മരിച്ച മുത്തഖീങ്ങളിൽ പെടുത്ത് ഞങ്ങൾ നീ സന്തോഷിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഉസ്താദന്മാർ, ശിഷ്യന്മാർ തുടങ്ങി പലരും ബന്ധപ്പെട്ടവർ റബ്ബേ, എല്ലാവരും കാര്യത്തിലും ഖൈറും ബർക്കത്തും ചൊരിച്ചു കൊടുക്കുകയും ശർറ് ആപത്ത് മുസീബത്തിൽ നിന്ന് എന്തെങ്കിലും തടയും ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ മരിച്ചവരെ ഖബർക്കുകയും സ്വർഗമാക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് എൻ്റെ മാതാവ്, എൻ്റെ പിതാവ്, അതേമാതിരി തന്നെ മോശൻ, അമ്മായി തുടങ്ങി ഉസ്താദ്, ശിഷ്യന്മാരും പലരും, ഉസ്താദന്മാരും പലരും, പല ആൾക്കാരും നമ്മളൊക്കെയും കുടുംബത്തിൽ നിന്നും ഉസ്താദന്മാരും ശിഷ്യന്മാരും മരിച്ചവരൊക്കെയും ഖബർ റബ്ബേ നീ സ്വർഗമാക്കാൻ റഹ്മാനെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ലിമാ തുഹിബ്ബു വതർളാ വജഅൽനാ ഹുദാതൻ മഹ്ദിയ്യീൻ. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم.